This is part 2 of rating all my blushes. Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ബ്ലഷ് ഏതാണെന്ന് അറിയെങ്കിൽ പ്ലീസ് ടു വാച്ച് ദി പാർട്ട് 1 ഓഫ് റേറ്റിംഗ് ഓൾ മൈ ബ്ലഷസ്. അതിൽ ഞാൻ എൻ്റെ കളക്ഷനിലുള്ള അണ്ടർ 500 റുപ്പീസിലുള്ള ക്രീം ആൻഡ് ലിക്വിഡ് ബ്ലഷസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ആൻഡ് റേറ്റ് ചെയ്യാൻ പോകുന്നത് എബവ് 500 ഉള്ള ബ്ലഷസ് പ്ലസ് പൗഡർ ബ്ലഷസ് ആണ് കേട്ടോ. So without any further ado, let's get into the video. First product is a Pilgrim Insta Tint. This is a lip, cheek and eye tint. Okay, this is in the shade the brown trend. As the name suggests, it's a beautiful, warm brown kind of a shade. It's a terracotta, dusky brown, muted kind of shade. This is formula is a proper mousse kind of formula. And in the finish, it's a matte finish. Mousse kind of formula is blend effort, especially when we blend it. I prefer blushes blend prefer a makeup brush use. So if you can make a brush use pigmentation is average pigmented blush. It's not too pigmented, it's not like very lightly pigmented. We build on this is a muted brown shade, this is a moussey formula, a semi matte kind of finish. This is one amongst my favorite blushes. This is an eye tint apply but lip tint I personally prefer. But as an eye tint too, this works really well. I would rate it a solid 9. Next one is this one. This is a famous blush. This is Faye Beauty Lush blush. And this is in the shade Silly. This is a proper deep brown kind of shade. And this is a really nice shade that would go for brown, dusky, deep skin tone shade. But this formula is a serum kind of formula. So this is not a very long lasting blush. This apply blend out type. It's not very pigmented. Initially it's pigmented but blend out it just disappears. And sheer color build on but build on I don't think the color intensifies. So personally this is not my favorite out there. Dewy finish if you like a dewy finish and sheer color then this might be a good option. For me personally this work out I would rate this a 5. അടുത്തത് Daily Forever 52 juicy cheeks soft cheek tint ആണ്. നല്ലൊരു പാക്കേജിംഗ് ആട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു പമ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത്, which is really nice. ബട്ട് ഈ ക്യാപ്പിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ലൊരു യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് ബ്രൗൺ ആണ് കേട്ടോ. But I would not say this is like a proper brown. It's a muted peach with a hint of brown. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഫോമുല വരുന്നത് നല്ലൊരു ക്രീം ഫോമുലയാണ് വരുന്നത്. ആൻഡ് ഫിനിഷ് വരുന്ന ഒരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ പിഗ്മെൻറ്റഡും ആണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ സ്റ്റിൽ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്ലഷ് ഔട്ട് ദെയർ. So if you have the budget, you can definitely go for this one. അടുത്തത് Revolution super dewy liquid blush ആണ്. This is in the shade Flushing for You. ഇത് മേടിച്ച സമയത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്ലഷ് ആയിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് നോട്ട്. കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു പീച്ചി കോറലി കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് എ റിയലി നൈസ് ഷെയ്ഡ്. നല്ലൊരു ഫ്ലാറ്ററിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഡീസെൻ്റ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ദി പ്രോബ്ലം ഇസ് ദാറ്റ് ഇതിനൊരു ലിക്വിഡ് ക്രീം കൈൻഡ് ഓഫ് ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് നൗ ദിസ് ഹാസ് ഡ്രൈഡ് ഔട്ട് ഇൻ ദി ട്യൂബ് ഇറ്റ് സെൽഫ്. ട്യൂബിൽ നിന്ന് തന്നെ എടുക്കാൻ നേരത്ത് ഇത് ഭയങ്കര ഡ്രൈ ഔട്ടായിട്ട് അപ്ലൈ ചെയ്ത് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാനുള്ള സ്വാച്ച് ഫിൽം ചെയ്തപ്പോൾ ഇത് ഭയങ്കര ഡ്രൈ ആയി പില്ലൊക്കെ ആവുമായിരുന്നു കേട്ടോ. സോ ഐ തിങ്ക് ഇത് മേടിച്ച സമയത്ത് ഓക്കെ ആയിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് കെപ്റ്റ് ഓൺ ഡ്രൈയിങ് ഐ ഫീൽ. സോ അതുകൊണ്ട് ഐ ഡു നോട്ട് വാണ്ട് ടു പേഴ്സണലി റെക്കമെൻഡ് ദിസ്. ബിക്കോസ് നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് ഒരു 700 സംതിങ് ഉണ്ട് ഇതിന്. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് ഇത് മേടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് യൂസ് കിട്ടണമല്ലോ. ആൻഡ് ബ്ലഷസ് ഒന്നും നമുക്ക് ഒരിക്കലും പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. സോ when this sits and then dries out and then separates, it's not a good investment I feel. അതുകൊണ്ട് I do not want to personally suggest this. So I would maybe rate this a 6 or 5. Last but not the least, this is ELF Camo Liquid Blush. I have two different shades with me. ഇതിൻ്റെ കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പ്രോപ്പർ ലിക്വിഡ് ബ്ലഷ് ആണ്. ഇറ്റ്സ് വെരി ലിക്വിഡി ബട്ട് ഇറ്റ്സ് റിയലി പിഗ്മെൻറ്റഡ്. ആൻഡ് ഇതിനൊരു ലൈറ്റ് ഒരു ഷിമേഴ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് വെരി
സ്മോൾ ടൈനി ഷിമേഴ്സാണ്. ഇതങ്ങനെ എവിഡൻ്റ് ആയിട്ട് കാണുന്നില്ല, നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആൻഡ് ചെറിയൊരു ഷീൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്യൂയി ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ചീക്സ് ഭയങ്കര ലൈവ്ലി ഹെൽത്തി ആയിട്ട് ഒരു നല്ലൊരു ഡ്യൂയി ഫിനിഷ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷെയ്ഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് മോവ് സ്വാവ് ആൻഡ് ദിസ് ഇസ് എ പ്രോപ്പർ ഡസ്റ്റി മോവ് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഇതെന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് യൂസ്ഡ് ബ്ലഷ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലഷ് ആൻഡ് ദിസ് ഷെയ്ഡ് ടു. സെക്കൻഡ് വൺ ഇസ് ബോംഷെൽ ബ്രോൺസ്. ഇത് ഒരു ഓറഞ്ചി ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ദിസ് ഫോർ സം റീസൺ ഡസൻ സൂട്ട് മീ വെൽ. ഇത് ഇട്ട് കഴിയുമ്പം ഒരു ഓറഞ്ച് ഷെയ്ഡ് തോന്നും, വിച്ച് ഇസ് നോട്ട് സംതിങ് ദറ്റ് ഐ പേഴ്സണലി ലൈക്ക് ആൻഡ് പ്രിഫർ. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് ഷെയ്ഡ്. ബട്ട് ദിസ് വൺ, ഇത് ഒരു അടിപൊളി ഷെയ്ഡാണ്. ഇഫ് യു ഹാവ് ദി ബഡ്ജറ്റ് ആൻഡ് ഇഫ് യു വുഡ് ലൈക്ക് ടു ട്രൈ ദി എൽഫ് ബ്ലഷസ്, ഐ വുഡ് സേ go for this one. This one you cannot go wrong with this. എല്ലാ ഡിഫറെൻറ്റ് സ്കിൻ കളർ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ബി ഇറ്റ് ഫെയർ, മീഡിയം, ഡസ്കി, ഡീപ്പ്, anyone can wear this. This is such a versatile beautiful shade. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് റേറ്റിംഗ് എനിക്ക് ഒട്ടും തന്നെ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. സോ ദിസ് ഗെറ്റ്സ് എ ഡെഫിനിറ്റ് 10 on 10. നെക്സ്റ്റ് നമുക്ക് 5 ഡിഫറെൻറ്റ് പൗഡർ ബ്ലഷസിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ. ഇത് ഐ മാജിക്കിൻ്റെ ടച്ച് ബ്ലഷ് പാലറ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് എ ബ്ലഷ് പാലറ്റ്. ഞാനിപ്പോൾ ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുകൂടെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ പ്രൊഫഷണൽ കിറ്റിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബ്ലഷ് പാലറ്റാണ് ഇത്. ബിക്കോസ് ദിസ് ഹാസ് സച്ച് വേഴ്സറ്റൈൽ ഷെയ്ഡ്സ്. ഇത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും എന്തൊരു അടിപൊളി ഷെയ്ഡ് പാലറ്റ് അല്ലേ. എല്ലാ ഡിഫറെൻറ്റ് സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഷെയ്ഡ്സ് ഇതിലുണ്ട്. ഇതൊരു കുറച്ചൊരു വാം കൈൻഡ് ഓഫ് ബ്രൗൺ ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതൊരു ലൈറ്റ് പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റർ പീച്ച്, കുറച്ചുകൂടി ഒരു ഓറഞ്ചി ഷെയ്ഡ്. ആൻഡ് ഇത് കുറച്ചുകൂടി ഒരു റെഡ് ഹിൻസ് ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. സോ എവറി സ്കിൻ ടോൺ പീപ്പിൾ ക്യാൻ യൂസ് ദിസ്. ഓഫ് കോഴ്സ് ഒരു പൗഡർ ബ്ലഷ് പാലറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു മാറ്റ് ഫിനിഷാണ് ഇതിനുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലഷസ് ആണ്, നല്ലപോലെ ബ്ലെൻഡ് ഔട്ട് ആവും. ഇഫ് യു ആർ റിയലി ഇൻ ടു ബ്ലഷസ് അത് നിങ്ങൾക്കൊരു പാലറ്റ് നോക്കുകയാണ് എന്നൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ഷോട്ട്. വേറെ ഡിഫറെൻറ്റ് പൗഡർ ബ്ലഷസ് അവൈലബിൾ ആണെങ്കിൽ, ലൈക്ക് പാലറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ ഐ തിങ്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ടുള്ള കളേഴ്സ് എനിക്ക് ഇതിലാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് അണ്ടർ 1000 rupees. So definitely get your hands on this. Next one is Daily Forever 52 ഈ ചീക്ക് പോപ്പ് ബ്ലഷ് ആണ് കേട്ടോ. ഇതൊരു അടിപൊളി ബ്ലഷാണ്. ഞാനത് ഈ ചാനലിൽ ഇതിന് മുന്നേ പലതവണ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് സാൻഡി. ഓക്കെ, സാൻഡി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ആൻഡ് കമ്മിങ് ടു ദി ഷെയ്ഡ് ഇറ്റ് സെൽഫ് യു ക്യാൻ സീ ദിസ്. എന്തൊരു അടിപൊളി ഷെയ്ഡാട്ടെ. സച്ച് എ വെർസറ്റൈൽ ഷെയ്ഡ്, സംതിങ് ദാറ്റ് വിൽ ഗോ ഫോർ എവ്രി വൺ. എല്ലാ ഡിഫറെൻറ്റ് സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്ലഷ് ആയിട്ടാണ് എനിക്കിതിന് തോന്നുന്നത് കേട്ടോ. നല്ലൊരു പെർഫെക്റ്റ് മ്യൂട്ടഡ്, കുറച്ചൊരു ഏർതി ആയിട്ടുള്ള ഒരു ഡസ്കി പിങ്ക്, കുറച്ചൊരു ഹിൻറ്റ് ഓഫ് ബ്രൗൺസ് ഒക്കെ ഉള്ള ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബട്ട് ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിലും ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല സോഫ്റ്റ്ലി മൈൽഡ്ലി മിൽഡ് ആയിട്ടുള്ള പൗഡറാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് പെർട്ടിക്കുലർ ബ്ലഷ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ കെ ബ്യൂട്ടിയുടെ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലഷ് ആണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെരി സ്ലീക്ക് ആയിട്ടുള്ളൊരു പൗഡർ ബ്ലഷാണ്. ആൻഡ് ഐ തിങ്ക് ദി പാക്കേജിങ് ഈസ് റിയലി ലക്സ്. കമ്മിങ് ടു ദി പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്, എൻ്റെ ഉള്ളത് ഡീപ്പ് പ്ലം എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഞാനിതിപ്പം നൈക്കയിൽ നോക്കിയപ്പം ഐ ഡി നോട്ട് സീ ദിസ് പെർട്ടിക്കുലർ ഷെയ്ഡ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടല്ല, അതിനകത്ത് ഉണ്ടായിരുന്നില്ല. സോ മേ ബി ഡിസ്കണ്ടിന്യൂ ചെയ്തോ എന്താ എനിക്കറിയില്ല കേട്ടോ. ഞാൻ നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതായിരുന്നു കേട്ടോ ഇത്. ബട്ട് ഐ റിയലി വോണ്ട് ടു ട്രൈ എ ഡിഫറെൻറ്റ് ഷെയ്ഡ് ഫ്രം ദിസ് റേഞ്ച്. ഇതേ റേഞ്ചിൽ സോഫ്റ്റ് ന്യൂഡ് എന്ന് പറയുന്നൊരു ഷെയ്ഡ് ഉണ്ട്. ദാറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. കൈൻഡ് ഓഫ് ഈ ഒരു ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. ബട്ട് ഐ റിയലി വോണ്ട് ടു ട്രൈ ദാറ്റ്. അത് ഞാൻ എന്തായാലും ഒരിക്കൽ മേടിക്കുന്നതായിരിക്കും കേട്ടോ. ബിക്കോസ് ഐ റിയലി ലൈക്ക് ദാറ്റ് ഷെയ്ഡ്. ഇത് ആസ് ദ നെയിം സജസ്റ്റ് ഒരു പ്രോപ്പർ പ്ലം പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് കുറച്ചുകൂടി ഒരു ഡീപ്പർ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കായിരിക്കും ചേരുക, മോർ ദാൻ ഫെയർ സ്കിൻ ടോൺ പീപ്പിൾ. എഗെയിൻ ഇതൊരു അടിപൊളി ബ്ലഷാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലഷാണ്. ആൻഡ് ഇതൊരു പ്രോപ്പർ മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് മാസിൻ്റെ ഈ ഒരു പൗഡർ ബ്ലഷാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് പെർട്ടിക്കുലർലി ഈസ് നോട്ട് മൈ ഫേവറേറ്റ്. ഐ വുഡ് സേ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. സോ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഫെയർ സ്കിൻ ടോൺ, മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കായിരിക്കും അത് ചേരുക, മോർ ദാൻ ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ പീപ്പിൾ ലൈക്ക് അസ്. കുറച്ചൊരു മീഡിയം ഫെയർ സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ദാറ്റ്. ബട്ട് അതിലെനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുറച്ചൊരു പൗഡറിയാണ് ബ്ലഷ്. ആൻഡ് കുറച്ച് എന്താ പറയുക, ഒരു ഡ്രയർ സൈഡിലാണ്. സോ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പൊക്കെ ഉള്ളവർക്ക് ഓർ മേ ബി നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് വരെ യൂസ് ചെയ്യായിരിക്കും. പക്ഷേ ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർ യൂസ് ചെയ്താൽ കുറച്ചൊരു ഡ്രൈയിങ് ആയിട്ടിരിക്കുമോയെന്ന് ഐ ഡൗട്ട്. സോ ഐ വുഡ് സേ ദിസ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് ബ്ലഷ് ഔട്ട് ദെയർ. ബട്ട് യാ, ഒരു ഡീസൻറ്റ് ബ്ലഷാണ് കേട്ടോ. ഇഫ് അണ്ടർ എ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓയിലി നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ മേ ബി യു ക്യാൻ ട്രൈ ഇറ്റ്. അടുത്തത് നിക്സിൻ്റെ ഈ ഒരു ബട്ടർ മെൽറ്റ് ബ്ലഷ് ആട്ടോ. ഇതിപ്പം കറൻ്റ്ലി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പൊതുവേ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് ഐ വുഡ് സേ ദാറ്റ് ഐ തിങ്ക് ദിസ് വുഡ് ഓൾസോ കം ഫാസ്റ്റ്. സോ ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഫീലിംഗ് ബുട്ട. ഇത് ഞാൻ UK-യിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് വരുത്തിച്ചായിരുന്നു കേട്ടോ. സോ ഞാനിത് കുറേ റിവ്യൂസൊക്കെ കണ്ട് ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷനിൽ മേടിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. റീസൺ ഇസ് ദാറ്റ് ഇത് ഭയങ്കര ഷിമറിയാണ്. ദിസ് ഇസ് നോട്ട് എ ബ്ലഷ് ആക്ച്വലി. ഐ വുഡ് സേ ദിസ് ഇസ് എ പ്രോപ്പർ ഹൈലൈറ്റർ. ഒരു പിങ്ക് ഹൈലൈറ്ററായിട്ട് വർക്ക് ചെയ്യാൻ കണക്കിന് അത്രയ്ക്ക് ഷിമർ പാർട്ടിക്കിൾസ് ഇതിലുണ്ട് ആൻഡ് അത്രയ്ക്ക് എവിഡൻറ്റുമാണ്. കളർ നല്ല അടിപൊളിയാണ്. നല്ലൊരു ബ്രൗണിഷ് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇറ്റ്സ് എ റിയലി നൈസ് ഷെയ്ഡ്. അത്യാവശ്യം നല്ലപോലെ പിഗ്മെൻറ്റഡും ആണ്. ബട്ട് എഗെയിൻ ആസ് എ സെഡ് ഭയങ്കര ഷിമറിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈലൈറ്റർ പോലെ യൂസ് ചെയ്യാം. ഐ തിങ്ക് നമുക്ക് കുറച്ചൊരു ഗ്ലോ വേണമെന്നാണെങ്കിൽ നോർമൽ ബ്ലഷ് ഇട്ടതിന് ശേഷം ഒരു ടോപ്പർ പോലെ ലൈറ്റായിട്ടൊന്ന് തൊട്ടുവിടാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ഇഫ് ഇൻ കേസ് യു ഡു നോട്ട് ഹാവ് ടെക്സ്ചർ ഓൺ യുവർ സ്കിൻ ദെൻ മേ ബി യു ക്യാൻ യൂസ് ദിസ്. ബട്ട് എന്നെ പോലെ ടെക്സ്ചേർഡ് സ്കിന്നുള്ളവരാണെങ്കിൽ ഇഫ് യു യൂസ് ദിസ് വിൽ എംഫസൈസ് ഓൾ ഓഫ് യുവർ സ്മോൾ ടൈനി ബംസ്. അതുകൊണ്ട് ഐ വുഡ് നോട്ട് സജസ്റ്റ് ദിസ് വൺ. നിങ്ങൾക്ക് ഫ്ലോലെസ് സ്കിന്നൊക്കെ ആണെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് ദിസ്. ഇഫ് നോട്ട് സ്റ്റേ അവേ ഫ്രോം ദിസ്. ഇൻ്റർനെറ്റിലെ ഹൈപ്പ് കണ്ടിട്ട് എന്നെ പോലെ ഓടിപ്പോയി മേടിക്കരുത്. ഓക്കെ, ഞാൻ അത്യാവശ്യം കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഷിമ്മറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലോയി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഡി നോട്ട് എക്സ്പെക്ട് ദിസ് മച്ച് ഓഫ് ഷിമ്മേഴ്സ് ഇൻ ഇറ്റ്. സോ ഐ ആം ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്ലഷസൊക്കെ തൂത്തുവാരി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, റേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഡെഫിനറ്റ്ലി ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കമൻറ്റ് ഡൗൺ യുവർ സജഷൻസ് ഓർ എനി അതർ വീഡിയോ ദാറ്റ് യു വാണ്ട് മീ ടു ഡു. എല്ലാം കമൻസിൽ അറിയിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.